ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാത ജാഗരണ ശുശ്രൂഷയിൽ ഞങ്ങളെ ദൂരത്തെ ചാരത്തുമായി ശ്രവിക്കുന്ന എല്ലാ മാന്യരായ ദൈവമക്കൾക്കും ധന്യനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ പ്രഭാത ജാഗരണ ശുശ്രൂഷ നിങ്ങളുടെ ഈ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരുന്നു എന്ന് അറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല പ്രഭാതം നേർന്നുകൊണ്ട് ഇന്ന് നമുക്ക് വായിച്ചു കേൾപ്പാനുള്ളത് യെരൂശലേമിനെതിരായ ന്യായവിധി. അത് അതിന്റെ മനപ്പാഠവാക്യം തന്നിരിക്കുന്നത്, ഒന്നാമത്തവൻ ഊതി, അപ്പോൾ രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിമേൽ ചൊരിഞ്ഞിട്ട് ഭൂമിയിൽ മൂന്നിലൊന്ന് വെന്തുപോയി, വൃക്ഷങ്ങളിൽ മൂന്നിലൊന്ന് വെന്തുപോയി, എല്ലാ പച്ചപ്പുല്ലുകളും വെന്തുപോയി. ഇത് വളരെ ഈ ഒരു വാക്യം മനുഷ്യനെ കിടിലം കൊള്ളിക്കുന്ന ഒരു വാക്യമാണ്, വേദനിപ്പിക്കുന്ന ഒരു വാക്യമാണ്. ഭൂമിയിൽ മൂന്നിലൊന്ന് വെന്തുപോയി. Why is the reason for that? അതിനുള്ള കാരണം എന്താ? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? നമുക്ക് വളരെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ദൈവത്തിന്റെ ന്യായവിസ്താര സഭയുടെ മുൻപിൽ മനുഷ്യൻ അപാലവൃത്തം മരിച്ചുപോയ അപാലവൃത്തം ആൾക്കാരും ഒരുമിച്ച് നിൽക്കുമ്പോൾ, പുസ്തകങ്ങൾ തുറന്ന് മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത വിധി ഉണ്ടാകുമ്പോൾ ദൈവത്തെ അനുസരിക്കുകയോ ദൈവത്തിന്റെ കൽപ്പനകൾക്ക് ചെവി കൊടുക്കുകയോ ദൈവത്തിന്റെ വചനപ്രകാരം നിലകൊള്ളുകയോ ചെയ്യാതെ സ്വന്തം തീരുമാനത്തിൽ നിലകൊണ്ടവരുടെ അവസ്ഥയാണ് ഭൂമിയിൽ മൂന്നിലൊന്ന് വെന്തുപോയി എന്ന് പറഞ്ഞാൽ ദൈവത്തെ ശരിയായ നിലയിൽ അനുസരിക്കുവാൻ, ദൈവത്തെ ശരിയായ നിലയിൽ അംഗീകരിക്കുവാൻ, ദൈവത്തെ ശരിയായ നിലയിൽ പൂർണ്ണമായി കൈപ്പറ്റുവാൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ, ദൈവത്തിൽ ആശ്രയിക്കുവാൻ, ദൈവത്തിൽ നിന്ന് ജീവിതത്തിൽ പ്രാപിച്ചെടുക്കേണ്ടതൊക്കെ പ്രാപിച്ചെടുക്കുവാൻ തയ്യാറാകാതെ വന്നപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ ചൂടെ പറയുകയുണ്ടായത്. ഇവിടെ കാണുന്നത് ഈ വാക്യം പ്രതീകങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ്. ആദ്യം നമുക്ക് മൂന്നാമത്തേത് പരാമർശം നോക്കാം. വിശ്വാസത്യാഗത്തോടും ദൈവത്തിന്റെ ശത്രുക്കളോടും ബന്ധപ്പെട്ട ബൈബിളിലെ ഒരു പ്രതീകമാണ് മൂന്നിലൊന്ന്. എസ്കേലിന്റെ പ്രവചനത്തിൽ യെരൂശലേമിന് നേരെ വരുന്ന വാളിനെ സംബന്ധിച്ച പ്രവചനം ഇങ്ങനെ പറയുന്നു: മൂന്നിലൊന്ന് നഗരത്തിന് നടുവിൽ തീയിട്ട് ചുട്ടുകളയണം, മൂന്നിലൊന്ന് എടുത്ത് അതിന്റെ ചുറ്റും വാൾ കൊണ്ട് അടിക്കണം, മൂന്നിലൊന്ന് കാറ്റത്ത് ചിതറിച്ചു കളയണം, അവയുടെ പിന്നാലെ ഞാൻ വാളൂരും. എഗസ്കേൽ 5:2. കൂടാതെ എല്ലാ ദൈവജനത്തിന്റെയും ശത്രുവായ സാത്താൻ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിനെ വലിച്ചു കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. വെളിപ്പാട് 12:4. ഇവിടെയും നാം കാണുന്നത് എന്താണ്? ദൈവത്തിന്റെ അന്ത്യ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു എന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. അവിടെ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത്, the time of his judgment is come. അത് വന്നിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ ന്യായവിധി സകല ഗ്രഹങ്ങളിലും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുക. വേദപുസ്തകം പറയുന്നു, ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ വചനം അനുസരിക്കാത്തവന്റെ ഗതി എന്താകും? നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും? അങ്ങനെയാണെങ്കിൽ ഈ ന്യായവിസ്താര സഭയുടെ മുൻപിൽ ന്യായവിധിയുടെ നാഴിക വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് വചനം ഉത്ബോധിപ്പിക്കുമ്പോഴും ന്യായവിധിയെ കുറിച്ചുള്ളതായ ഉത്ബോധമില്ലാതെ പാപത്തിന്റെ അന്ധതമസ്സിനാൽ വീടുപോയിരിക്കുന്ന ഒരു സമൂഹത്തെ കാണുവാൻ കഴിയും. വളരെ വിശ്വസ്തരെന്ന് അഭിമാനിക്കുന്നവർ പോലും വചനത്തിന്റെ സാരാംശങ്ങളെ ഉള്ളതുപോലെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ, വേദപുസ്തകം പറയുന്നു, ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളയുന്നവന്റെ പ്രാർത്ഥന പോലും ദൈവത്തിന് വെറുപ്പ. പ്രൈസ് ദി ലോർഡ്. ആയതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വേഗത്തിൽ വിരാമം കുറിക്കട്ടെ. ദൈവത്തിന്റെ ന്യായവിസ്താര സഭയുടെ മുൻപിൽ നിൽക്കേണ്ടവരാണെന്നുള്ള ബോധ്യത്തോടെയാണ് ജീവിക്കുന്നതെങ്കിൽ സകല വാക്കിനും കണക്ക് കൊടുക്കുന്ന ഒരു സുപ്രഭാതമുണ്ട്. മറന്നു പോകരുത്. ഒരുപക്ഷെ
മാനുഷിക മുഖങ്ങളെ മൂടിക്കെട്ടിക്കൊണ്ട് എന്ത് കാട്ടാനും കൂട്ടാനും ഒക്കെ നമുക്ക് കഴിയും. പക്ഷേ നമ്മുടെ പ്രവൃത്തികളെ വിലയിരുത്തുന്ന ഒരു ദൈവമുണ്ട്. സകല ഹൃദയങ്ങളെ ഉൾപ്പുകളെ ശോധന ചെയ്യുന്ന ദൈവത്തിന്റെ മുൻപിൽ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമായി നിലകൊള്ളുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാമെന്ന പ്രാർത്ഥിച്ചുകൊണ്ട് അവസാന ഭാഗം വായിച്ച് ഞാൻ ഈ തരുണത്തിൽ ഈ വേദശകലങ്ങൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. സ്വർഗീയ പിതാവേ, ഈ മുന്നറിയിപ്പിനായി ഞങ്ങൾ നന്ദി പറയുകയും അതിനെ ദൂത ശ്രദ്ധിക്കുന്നതിനുള്ള നിന്റെ സഹായത്തിനായി ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ആയതുകൊണ്ട് വിശ്വസ്തരായി ജീവിക്കാം, പാപത്തെ ഉപേക്ഷിക്കാം, ന്യായവിധിയുടെ അംശികളായി തീരാതെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവെത്തുന്നതിനുമായി യേശുവിനെ നോക്കി ജീവിതത്തിന്റെ മുൻപിലെ എല്ലാ ഓട്ടങ്ങളും ശക്തമായി ഓടി വിജയം കൈവരിപ്പാൻ ദൈവമായ കർത്താവ് നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. നിത്യനും മഹാപരിശുദ്ധനും സ്നേഹസമ്പൂർണനുമായ സ്വർഗത്തിലെ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ശബ്ദപരിധി ഞങ്ങളെ ശ്രവിച്ച എല്ലാ മാന്യ പ്രിയപ്പെട്ടവർക്കുമായി സ്തോത്രം. ന്യായവിധി ആരംഭിപ്പാൻ സമയമായപ്പാ, ന്യായവിധി തുടങ്ങിക്കഴിഞ്ഞിരിക്കുക. പാപം മൂലം മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന കാലം സമാഗതമായിരിക്കുക. ആയതുകൊണ്ട് പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന് ഓർത്ത് ദൈവത്തിലേക്ക് തിരിയുവാൻ എല്ലാവരെയും സഹായിക്കണമേ. സ്ഥലം നന്മകളാലും നിറയ്ക്കണം, രവിനായിടങ്ങൾ ഒരുക്കണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഏറ്റവും താഴ്ന്നേടികൾ അപേക്ഷിക്കുമ്പോൾ കരുണയുള്ള ദൈവമേ, കൃപയുടെ യാചനകൾക്ക് മാറാകണമേ. ആമേൻ. ഈ നല്ലൊരു പ്രഭാതം ഞങ്ങളെ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല പ്രഭാതം നേരുന്നു. ആമേൻ.